ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങൾ യൂട്യൂബിലിടുന്ന ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതുവരെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഒരു ഫുൾ വീഡിയോ ആയിട്ടൊന്നും ഇട്ടിട്ടില്ല. എങ്ങനെ ഇടേണ്ടതെന്നൊന്നും ആക്ച്വലി അറിയത്തില്ല കേട്ടോ. പിന്നെ ഒരാഗ്രഹത്തിൻ്റെ പേരിൽ ഇടുകയാണ്. ഞങ്ങൾ ഇന്ന് താണ്ടെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഇല്ലിക്കൽ കല്ല് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ വീടിനടുത്തു നിന്ന് ഓൾമോസ്റ്റ് ഒരു 104 കിലോമീറ്ററിനടുത്ത് ഉണ്ട് ഇല്ലിക്കൽ കല്ല് വരെ പോകാനായിട്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇന്നലെ രാത്രിയിലിരുന്ന് പോകാനുള്ള ഡിസ്റ്റൻസ് ഒക്കെ നോക്കി ഈ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തപ്പോൾ ഇല്ലിക്കൽ കല്ല് എന്നടിക്കേണ്ടതിന് പകരം ഇല്ലിക്കലിന് അടിച്ചിട്ട് പറഞ്ഞു 51 കിലോമീറ്ററേ ഉള്ളൂ, നമുക്കതുകൊണ്ട് ബൈക്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ശരിക്കും. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയാണ് കൂടെ ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് കാറിൽ പോകാം, ബൈക്കിൽ അവിടെ വരെ പോകണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞങ്ങൾ കാറിൽ പോകാൻ തീരുമാനിച്ചതാണ് ഗൈസ്. ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് ലൊക്കേഷൻ ഇട്ടപ്പോഴാണ് അറിയുന്നത് 104 കിലോമീറ്ററോളം ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ഇത്രയും ദൂരം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു മടി കാണിച്ചു ആദ്യം. എന്നാലും ഞങ്ങൾ ഇറങ്ങിയതല്ലേ, എന്തായാലും പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ചുകൂടി നല്ലതായിട്ട് എല്ലാം ഉൾപ്പെടുത്തി വലിയൊരു വീഡിയോ ഒക്കെ ഇടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. രാവിലെ ഇറങ്ങാൻ നേരത്തെ അപ്പം കഴിക്കാൻ നിർബന്ധിച്ച അമ്മ, അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി. എനിക്ക് കാറിൽ കയറിയിട്ട് ഇങ്ങനെ ചിലർക്കൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, ഇങ്ങനെ എവിടെയെങ്കിലും ദൂരെ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വാള് വെക്കാനായിട്ടൊരു ടെൻഡൻസി വരുമല്ലോ. എനിക്കങ്ങനെ ഇങ്ങനെ വയറ്റിൽ നിന്ന് ഇങ്ങനെ മറിച്ച് വന്നിങ്ങനെ ഇരിക്കുവാണ്. അതോടുകൂടി എൻ്റെ മൂടെല്ലാം പോയി. ഞാൻ കുഞ്ഞുകൊണ്ട് ആകെ ഡൗൺ ആയിപ്പോയി. പിന്നെ കുറച്ച് ഏരിയ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വാള് വെച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയായി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിങ്ങനെ ഇല്ലിക്കൽ കല്ല് എത്താറായി വരുന്നു. ബോർഡൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. നല്ല കയറ്റമാണ്, വിചാരിച്ച് പോയത് കൂട്ടൊന്നും അല്ല. കാറിൻ്റെ ടയറൊന്നും അത്ര നല്ല കണ്ടീഷനായിരുന്നില്ല. അങ്ങനെ ഇതേണ്ട നമ്മൾ ഇപ്പോൾ എത്തിത്തുടങ്ങി. പാർക്കിംഗ് ഒക്കെ ആയി, ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായി ഇത്ര ആളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അല്ലാതെ ഈ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇതേ ഞങ്ങൾ എത്തി. ഇവിടോട്ട് തന്നെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇനി പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ്, നല്ല രസമുണ്ട്. ഞങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. അവർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിക്കുമായിരുന്നു, എൻട്രി പാസ് ഉണ്ട്. അപ്പോൾ അത് എടുക്കാനായിട്ട് അവരങ്ങോട്ട് പോയി. അപ്പോൾ ഞാനും കുഞ്ഞും ശ്രീലുമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട്. ഞങ്ങൾ ജീപ്പിലാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. മുകളിലോട്ട് ടോപ്പിലോട്ട് പോകുന്നത് ഒരു ജീപ്പിലാണ്. അപ്പം അത് ഫ്രണ്ടിലൊന്നും ഇരിക്കാൻ പറ്റിയില്ല ഞങ്ങൾ ബാക്കിലാണ് കയറിയത്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ലാണ്ട് ഒരാൾ ഫോണ് മുകളിൽ ഇങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഇഷ്ടമുള്ളവർക്ക് പോയി കാണാനായിട്ട് രസമായിരിക്കും. ഇങ്ങനെ കാടും മലയും അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ. ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. നമുക്ക് വേണമെങ്കിൽ നടന്ന് മുകളിലോട്ട് പോവാം. ഞങ്ങൾ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ നടന്നുള്ള പോക്ക് ഒഴിവാക്കിയിട്ട് ഈ ജീപ്പിൽ പോകാൻ വേണ്ടിയിട്ട്. തിരിച്ച് നമുക്ക് ജീപ്പിൽ തന്നെ വരാം, അല്ലെന്നുണ്ടെങ്കിൽ നടന്ന് വരാം. ഇത് നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാം. ഇടയ്ക്ക് ആളൊക്കെ നടന്ന് പോകുന്നുണ്ട്. പിന്നെ വേറെ നമ്മുടെ പേഴ്സണൽ വണ്ടികളൊന്നും, പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അങ്ങോട്ട് അലൗഡ് അല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇറങ്ങി ഇങ്ങനെ മലയുടെ മുകളിലോട്ട് കയറുകയാണ്. നിലു അച്ഛൻ്റെ തോളയിൽ കയറിയിരുന്ന് ഒന്നും അറിയണ്ട. നിലു ഇങ്ങനെ കറങ്ങി എല്ലാം കണ്ടു പോവുകയാണ്. ഒരു വഴക്കുമില്ല, അവൾ ഫുൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ കുഞ്ഞായിട്ടൊക്കെ ഇരുന്നിരുന്നെങ്കിൽ നമുക്ക് രസമായിരുന്നു. ഇങ്ങനെ അച്ഛന്മാരുടെ തോളയിലൊക്കെ കയറി ഇങ്ങനെ പോകാമല്ലോ. ഞങ്ങളിപ്പോൾ അതിൻ്റെ കുറച്ച് ദൂരം കയറി ഇങ്ങനെ മുകളിൽ വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അത്രയും കയറിയപ്പോൾ തന്നെ എല്ലാവർക്കും അങ്ങ് ക്ഷീണമായി. എല്ലാവർക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു കാലങ്ങളായെന്ന് തോന്നുന്നു. ഞാനൊക്കെ പ്രഗ്നൻസി തുടങ്ങിയതിന് ശേഷം എങ്ങോട്ടും അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ ചുമ്മാ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത്. നല്ല വ്യൂ ആണ്, നല്ല രസമുണ്ട് കാണാൻ. നിലു ഫുള്ളിങ്ങനെ എല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുക. നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തൊപ്പി ഒക്കെ വാങ്ങിച്ച് വെച്ചതാണ്. പക്ഷെ നിലു അതൊന്നും വെക്കുന്നില്ല. നിലു ഇങ്ങനെ എല്ലാം നോക്കി. നിലു ഇങ്ങനെ നടന്നിങ്ങനെ കയറണം. അങ്ങനെ ഞങ്ങൾ ബാക്കിൽ കാണുന്നുണ്ടോ, അത്രയും ടോപ്പ് വരെ ഞങ്ങൾക്കിനി കയറാനുണ്ട്. പക്ഷേ ഞങ്ങൾ അത്രയും കയറിയപ്പോൾ തന്നെ കുഴഞ്ഞു. ശ്രീലക്ഷ്മിക്ക് ഒട്ടും നടക്കാൻ വയ്യ. ശ്രീലക്ഷ്മി കയറ്റം പിടിക്കുന്നില്ല, പയ്യനെ കയറുക. ഞങ്ങൾ എൻ്റെ കൂടെ കാര്യമൊക്കെ പറഞ്ഞ് അവർ മുന്നേ പോയി. ഞങ്ങൾ പുറകെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു പോവാണ്. അതുകൊണ്ട് ആ കാണുന്ന സ്ഥലമാണ്, ആ ഒരു കല്ല് കാണാൻ വേണ്ടിയാണ് ഗൈസ് നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നത്. അങ്ങനെ നല്ല കാറ്റും
നല്ല കാറ്റും ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ എനിക്കൊന്ന് ടൈം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ല ആൾത്തിരക്കം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമൊക്കെ കുറേ ഭാഗമൊക്കെ മറ്റേ ഇൻ്റർലോക്ക് ചെയ്ത് വിട്ടിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് നടന്നു വരാൻ എളുപ്പമായിരുന്നു. പിന്നെ അങ്ങോട്ട് മറ്റേ കുന്നൊക്കെ ചവിട്ടി കയറണം. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തി. ടോപ്പിൽ നിന്നുള്ള വ്യൂ ആയി ഇപ്പം നിങ്ങൾ കാണുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ, നെല്ലിക്കുട്ടൻ ഇങ്ങനെ അച്ഛൻ്റെ തോളെ കയറിയിരുന്ന് കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ അവിടെ ഒന്നിങ്ങനെ ആ ഇല്ലിക്കൽ കല്ലിൻ്റെ അവിടെ കൂട്ടി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പിൽ ഒരാൾ കയറി നിൽക്കുന്നത്. എങ്ങനെ കയറിയെന്നൊന്നും അറിയില്ല. ഞങ്ങൾ കുറേ സമയം അത് നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്തതൊക്കെ കണ്ട് ഉദ്ദേശിച്ച കണക്കിനൊന്നും അങ്ങോട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അതിൻ്റെ അടുത്ത് കേട്ടോ കൊച്ചുവനും ശ്രീലക്ഷ്മിയും കൂടി ഇങ്ങനെ കൊച്ചി കഥയൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നു. അതൊക്കെ ഞാൻ ചുമ്മാ ഒന്ന് കവർ ചെയ്തതാണ് നമ്മൾ. പിന്നെ അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കൊച്ചുമോൻ പോസ് ചെയ്ത് തന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. ഇവിടെ കുറേ നല്ല കുറേ സമയം നമുക്കിങ്ങനെ ഇരിക്കാൻ വരുന്ന കാര്യമൊക്കെ പറഞ്ഞ് കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. അത്രേ ഉള്ളൂ. നല്ല രസമാണ്. ഒരു ദിവസം പോയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. ഇപ്പോൾ ഉച്ചയോടെ അടുക്കുന്നുണ്ട്. കുറച്ച് താഴോട്ടിറങ്ങുമ്പോൾ അവിടെ ഐസ്ക്രീമൊക്കെ കിട്ടും, വെള്ളമൊക്കെ കിട്ടും. എന്തെങ്കിലുമൊക്കെ വേണ്ടി നമുക്ക് കഴിക്കാം, കുടിക്കാം. അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം രാവിലെ വാളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേഗം തിരിച്ചിറങ്ങുകയാണ്. പറ്റുന്നെങ്കിൽ കുറച്ച് സ്ഥലം കൂടിയൊക്കെ കാണണം എന്ന് വിചാരിക്കുന്നു. ഈരവീഴ പൂഞ്ചിറയൊക്കെ ഇവിടെ അടുത്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്ന് പോയി കാണണം എന്നുണ്ട്. പോണ വഴി ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെയൊക്കെ കയറി ഒന്ന് കണ്ടിട്ട് പോകണം. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായി വീണ്ടും കാണാം. ബൈ.